അത് ഇവളറിയാതെ രഹസ്യമായിട്ടും കണ്ടിട്ടില്ല. ഞാൻ മാത്രമേ വീട്ടിൽ പോയിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ. ബാഗൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കാം, നിങ്ങളൊന്നും സാധിക്കുകയും കണ്ട് പറയുന്നത്. ഇത് വിറ്റിട്ട് എത്രയാണ് അവർ വിറ്റ് കൊണ്ടുപോയി. വിവരം ഇല്ലാത്തവരാണ് ആശ്രമം ജാതിയെല്ലാം പറയുള്ളൂ. വീട്ടിൽ ജോലി ചെയ്യാൻ ആളില്ല. ഇവരെ പിടിച്ചു തള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. അതും ഉണ്ടായിരുന്നു, നാട് വിട്ട് പൊക്കളഞ്ഞു. അപ്പൊ ഈ കളിച്ച അവന്റെ പൈസ എല്ലാം പോയി. എന്റെ കൊച്ചുമക്കൾക്ക് എടുത്തു കൊടുക്കും. എന്റെ ഭർത്താവിന്റെ വസ്തു വിറ്റാണ്. ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള 30 വയസ്സുള്ള കാവ്യ എന്ന പെൺകുട്ടി മലയങ്കീഴുള്ള ഭർതൃഗൃഹത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ഗുരുതരമായ ആരോപണമാണ് കാവ്യയുടെ കുടുംബം പരാതിയിൽ പറയുന്നത്. ഭദ്രമാതാവ് സ്ത്രീധനത്തിന്റെ പേരിലും ജാതി അധിക്ഷേപം നടത്തി പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നതായി പറയുന്നു. അവരെ വീട്ടിൽ പോയാലും ഒന്നും ചോദിക്കില്ല. അവിടെ ചെന്ന് ഇരുന്നിട്ട് ഞാൻ ഇങ്ങി പോരും. ആഹാരം ഉച്ചയ്ക്ക് മോള് കണ്ട് ചോറും കഴിച്ചോണ്ട് ഇങ്ങി പോരും. ഞാൻ ഒന്നും ചോദിക്കില്ല. പിന്നെ ഞാൻ ഇങ്ങി പോയതിന് ശേഷം അവിടെ ഭയങ്കര വഴക്ക് കിടക്കും. ചെന്നല്ല അത് ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കുണ്ടാവും. അങ്ങനെയാണ് അവിടെ എന്നും പ്രശ്നം. 8 വർഷം കൊണ്ട് ആ കൊച്ചു അനുഭവിക്കുകയാണ് അവിടെ കിടന്നുകൊണ്ട്. ഈ 8 വർഷത്തിന് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ കാര്യങ്ങൾ ഇങ്ങനെ വഴക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്താ അങ്ങനെ സഹിക്കാനുള്ള മനസ്സ് ആ കൊച്ചിനുണ്ട്. അതുകൊണ്ട് അവള് ഒന്നും പറയണ്ട, വരണ്ട, ഒന്നും ചോദിക്കണ്ട എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ഒന്നും ചോദിക്കാതെയും പറയാതെ. എൻ്റെ മൂത്ത മോളെടുത്തും സംസാരിച്ചും പറയാം, നിങ്ങളൊന്നും ചോദിക്കുകയും വേണ്ട, പറയുകയും വേണ്ട, ഞാനും ചേട്ടനും കൊച്ചും ഇതാണ് അവള് സംസാരിക്കുന്നത്. വേറെ ഒന്നും പറയില്ല. ആയിട്ട് പൈസയായിട്ട് തന്നെ വസ്തു വിറ്റ് പൈസ ലക്ഷങ്ങളാണ് അവർ വാങ്ങിയത്. വസ്തു വിറ്റിട്ട് എത്ര ലക്ഷമാണ്? വസ്തു വിറ്റിട്ട് എത്രയാണ് അവര് വിറ്റ് കൊണ്ടുപോയി. അവിടെ മലയൻകീഴ് വസ്തു വാങ്ങിച്ചു അവന്റെ പേരനും അമ്മയുടെ പേരിലാണോ? മോളെ പേരിന് അച്ഛന്റെ ഓഹരി കൊടുത്തിരുന്നു. അത് ഇവളറിയാതെ രഹസ്യമായിട്ടും മരുമോന്റെ പേരിന്, വിഷ്ണുവിന്റെ പേരിനാക്കി മാറ്റി വിറ്റതും മരുമോന്റെ പേരിനാണ്, വിഷ്ണുവിന്റെ പേരിനാണ് വിറ്റത്. വിറ്റിട്ട് അവര് മലയൻകീഴ് വാങ്ങിച്ചതും അമ്മര് വിഷ്ണുവിന്റെ പേരിനാണ് മാറ്റിയതെന്ന് പറയുന്നു. അവള് പറഞ്ഞു, ഞങ്ങൾ സ്ഥലം കൊടുക്കാൻ പോണെന്ന്. അപ്പോഴാണ് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്ന അവള് പറഞ്ഞു. അവൾക്ക് സ്വസ്ഥത ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. എന്താണെന്ന് ചെയ്തോളാന്നും പറഞ്ഞു. വിളിച്ചോണ്ട് പോയ സമയത്ത് വിഷ്ണു അവക്ക് വല്ലതുണ്ടാ, വസ്തു വല്ലതും ഉണ്ടാ? അപ്പോഴും പറഞ്ഞു, അമ്മ അതൊന്നും എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പോഴഞ്ഞു നിനക്ക് വല്ലതും ഉണ്ടാടി? അപ്പോഴഞ്ഞു ഉണ്ട്, 4 സെന്റ് തറയുണ്ട്. അങ്ങനെ ആ പ്രമാണം കേട്ടത്. പ്രമാണം കൊടുത്ത് എത്രയും നാൾ അവരെ കൈ വെച്ചിരുന്നു. പിന്നീടാണ് മരുമോന്റെ പേരിന് എഴുതി വിറ്റ് വീട് അവിടെ വാങ്ങിച്ചു. വീട് വെച്ച് ഇപ്പൊ അവിടെ താമസിക്കുന്നു. വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിച്ചിരുന്നു. 26 വർഷം താമസിച്ചു. ഇവിടുന്ന് കൊടുത്ത പൈസയുടെ കൊണ്ടാണ് അവർ വീട് വാങ്ങിച്ചു. പെരേട വാങ്ങിച്ചു. ഇഷ്ടമല്ല. നമ്മൾ ആര് ചെയ്യണത് ഇഷ്ടമല്ല ആ വീട്ടില്. എന്റെ മക്കൾ എന്നെ ഇതുവരെയും കണ്ടിട്ടല്ല ആ വീട് കണ്ടിട്ടില്ല. ഞാൻ മാത്രമേ വീട്ടിൽ പോയിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ. ഞാൻ അവിടെ നിന്നത് ഇപ്പം മോളെ 2ാമത്തെ പ്രസവത്തിന് അവിടെ നിന്നിട്ടുണ്ട്. ഞാനാണ് പ്രസവം എല്ലാം എടുത്തത്. അമ്മ ചെല്ലുന്ന സമയത്ത് വലിയ കാര്യമാണ്. വേറൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഇറങ്ങിയ ശേഷമാണ് ബഹളം അവിടെ. തലേദിവസം മോള് പറയല്ല, അമ്മ എൻ്റെ അമ്മ വരും എന്ന് പറയും. നിന്റെ അമ്മ വന്നിട്ട് പോട്ടെ എന്ന് പറയും. അങ്ങനെയാണ് അവിടെ ഇത് നടക്കുന്നത്. നീ പോയിട്ടോ, നിന്റെ വീട്ടിൽ പോയിട്ടോ, അപ്പോഴും ഞാൻ കാണിച്ചു തരാന്ന് പറയും. അപ്പോഴും ഞാൻ പറയും, അമ്മ ഇങ്ങനെ പറഞ്ഞെങ്കിൽ നിനക്ക് ഇനി ഒരു ദാഹിച്ച വെള്ളവും കിട്ടില്ല, അവർ കൊടുക്കൂല. അതേപോലെ 2 ആഴ്ച ഇവിടെ നിന്ന് പോയിട്ട് 2 ആഴ്ച വരെ അവിടെ പട്ടിണി കിടത്തിയിരുന്നു. വെള്ളം പോലും കൊടുത്തില്ല. വിഷ്ണു വന്നപ്പോൾ വീട്ടിൽ അവിടെ ഇത്തിരി പൈസയ്ക്ക് വന്നു. ഞാൻ ഒരെണ്ണം കയ്യിലെത്തിരി പൈസ മറിച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞു, മോനെ ഇത് അവൾക്ക് അമ്മ ഒന്നും കൊടുക്കുന്നില്ല, ആഹാരമൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ പൈസ അവൾക്ക് എന്തെങ്കിലും പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് കൊടുന്ന് പറഞ്ഞു. ആ ജോലിക്ക് ഇറങ്ങിയപ്പോൾ കാവ്യക്ക് ഒരു സാധനം വാങ്ങിച്ചോണ്ട് വന്ന് ഞാൻ കൊടുക്കാൻ സമ്മതിക്കില്ല, ഞാൻ എല്ലായിടത്തും ദൂരെ എറിയെന്ന് പറഞ്ഞു. അവന് അമ്മ അറിഞ്ഞു. വിഷ്ണുവിന്റെ അമ്മ അറിഞ്ഞത്. വിഷ്ണു വീട്ടിൽ ചെന്നപ്പോൾ ബാഗൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കാം അവന്റെ അമ്മ. അല്ല ആഹാര സാധനങ്ങൾ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കയറി അങ്ങ് പോയി. അങ്ങനെയാണ്. പിന്നാണ് പറഞ്ഞ, അമ്മ വെള്ളം കുടിച്ചില്ല. വെള്ളം എടുത്ത് കുടി, അതെല്ലാം കതവെല്ലാം പൂട്ടിയല്ല താക്കോൽ ഇടിച്ച് വെച്ചേക്കുന്നു.
അവിടെ മിക്ക ദിവസം വഴക്കും തണ്ടേ ആഹാരം ഈ കഴിക്കാൻ. വഴക്ക് പറയുന്ന സമയത്തൊക്കെ ഈ ജാതി പറഞ്ഞൊക്കെ ജാതി പറയും. പറഞ്ഞ് വിവരം ഇല്ലാത്തവരാണ് ആശയം ജാതി എല്ലാം പറയുള്ളൂ. അത് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്ത് ചെയ്താലും ജാതി പറഞ്ഞു, ഇന്ന ജാതിയാണ് ഇന്ന ജാതി വൃത്തിയില്ല അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ പറയും. അങ്ങനെ അല്ല, ഇത് ഇത്രയും അത് വലിയൊരു കുറ്റകൃത്യമാണെന്ന് നമുക്ക് അറിയാലോ. പിന്നെ എന്തുകൊണ്ടായത് ആരെങ്കിലൊക്കെ അറിയിക്കുകയോ അല്ലെങ്കിൽ അത് ഇത് എന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ പറയണ്ട അമ്മ പറയണ്ട, അവളെ ചാട്ടനെ അവളെ മോള് പിള്ളേരും ഇതാണ് സംസാരം. ഞാൻ പറഞ്ഞ ചാട്ടന് മോളൊന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചോണ്ട് വരും എന്നാണ് ഞാൻ പറയണത്. ശനിയാഴ്ചന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വഴക്കമുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ വാ, ഞാൻ കുളിച്ചിട്ട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചതേ ഇല്ല. ഈ നഴ്സിംഗ് പഠിച്ചതാണോ? പഠിച്ചു. ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. അവര് വീട്ടിൽ ജോലി ചെയ്യാൻ ആളില്ല. പിന്നെ ആശുപത്രിയിൽ നൈറ്റൊക്കെ ഉണ്ടായിരുന്നു, അതിന് കൊച്ചുങ്ങളെ നോക്കാൻ പറ്റൂല, അതുകൊണ്ട് നീ ജോലിക്ക് പോണ്ട എന്നൊക്കെ പറയുന്നു. അമ്മ, അവന്റെ അമ്മ, വിഷ്ണുവിന്റെ അമ്മ പറയും. എല്ലാവരെയാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഭയങ്കര വഴക്കും ചണ്ടായപ്പോൾ വിഷ്ണു പറഞ്ഞ് ഇനി കാവ്യ ജോലിക്കൊന്നും പോണ്ട, ഞാൻ പറഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് വിഷ്ണു പറഞ്ഞു. പിന്നെ അതോടെ കൊണ്ട് ജോലി നിർത്തലാക്കി. ഈ ഇടയ്ക്ക് അവര് കയ്യിൽ പൈസ ബുദ്ധിമുട്ട് വന്നപ്പോൾ അത് കവി ജോലിക്ക് പോ, കവി ജോലിക്ക് പോ, ജോലിയെല്ലാം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളുടെ മക്കളെന്ന് നോക്കാൻ പറ്റില്ല, നീ ജോലിക്ക് പോണ്ട എന്ന് പറഞ്ഞു. അതും ഒഴിവാക്കി. അങ്ങനെയാണ് ഇപ്പം ഈ ശനിയാഴ്ചത്തെ വഴക്കിലാണ് എൻ്റെ മോള് മരിക്കാൻ കാര്യം. അവരെ പിടിച്ച് തള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം. നെറ്റി മൂക്കൊക്കെ മുറിഞ്ഞിരിക്കണേ, മുറിഞ്ഞാവൊക്കെ മുറിഞ്ഞിരിക്കണം, അതായിരിക്കാം. ചെയ്യില്ല എന്ന് പറഞ്ഞ് നാളെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് 2 മക്കളുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, ഞാൻ ഒന്നും ചെയ്യൂല അമ്മ, അമ്മ പേടിക്കണ്ട, ഒന്നും ചെയ്യൂല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ മൂത്ത മോളടുത്തും പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യേയില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് കാര്യമൊന്നും അറിഞ്ഞൂടെ. ഞായറാഴ്ച ഒരിക്കൽ തലയിൽ ചെന്ന് അടിച്ചു കൊടുത്തു. അവളിങ്ങനെ ഇരുന്നപ്പോഴും ഒഴിച്ചു പൊടിയെന്നും പറഞ്ഞ് തലയിൽ കൈ വെച്ച് അടിച്ചു കൊടുത്തു. അവള് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞെന്തോ. പിന്നെ ഒരിക്കൽ ജോലിക്ക് പോകണ്ടെന്നും പറഞ്ഞ് ചട്ടു എടുത്ത് പഠിപ്പിച്ച് കയ്യിൽ വെച്ചു കൊടുത്തു. അത് അവളെ കൂട്ടുകാരിയാണ് പറഞ്ഞത്. അത് എൻ്റെ അടുത്ത് പറഞ്ഞാണ്. അവള് ജോലിക്ക് പോയപ്പം പിന്നെ തുണിയൊക്കെ വെച്ച് കെട്ടിക്കൊണ്ടാണ് പോയത്. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അതാണ് ഞങ്ങൾ അറിയണത് ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം. അവള് ഇവിടുത്തെ കടയെല്ലാം ഉണ്ട്, PRS, ആ കടയിൽ വെച്ച് കണ്ടുമുട്ടിയാണ്. അവള് ഇത് ഇന്റർവ്യൂ കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഇവിടെ നിന്നപ്പം ബോറടിക്കണമെന്ന് ഇവിടുത്തെ കടയിൽ പോയി ജോലിക്ക് വേണ്ടി. അങ്ങനെയാണ് വിഷ്ണു അവിടെ മാനേജർ കമ്പ്യൂട്ടറിൽ കണക്ക് ആയിട്ട് ഇരുന്നപ്പോൾ ഇവർ കണ്ടുമുട്ടി സ്നേഹിച്ച് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ച് കൂട്ടുകാരൊക്കെ അവിടുത്തെ കൂട്ടുകാരെല്ലാവരും കൊണ്ടുപോയി കല്യാണം നടത്തി കൂട്ടുകാരൻ്റെ വീട്ടിൽ താമസിച്ചതിന് പിറ്റേന്ന് തള്ള വന്ന് വിളിച്ചോണ്ട് പോയി. അന്നോട്ട് ഈ ശനിയാഴ്ച വരെ സ്വൈരയില്ല എൻ്റെ മോള്. 8 വർഷം കഴിഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട്. ഈ വിവാഹം കഴിക്കുന്ന സമയത്തൊക്കെ ഈ കാവ്യയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, വിഷ്ണുവിന് അറിയാമല്ലോ. അവിടെ ജോലിക്ക് നിന്നപ്പോഴേ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഈ അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വിഷ്ണു എതിർക്കത്തില്ല? ഇല്ല, എതിർക്കത്തില്ല. മോള് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യവും വിഷ്ണു ചോദ്യം ചെയ്യത്തില്ല? ഇല്ല 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 ഇല്ല, എന്റെ അടുത്ത് ഒന്നും സമ്മതം കൊടുക്കുന്ന പോലെ മിണ്ടാതിരിക്കും. ശാരീരിക ഉപദ്രവങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതും അവള് പറയില്ല, എനിക്ക് അറിഞ്ഞ കാണുമായിരിക്കും, ആ മിണ്ടൂലായിരിക്കും. എനിക്കറിയാം, നമ്മൾ അവിടെ ആണെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടില്ല. വിഷ്ണു ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നതായി പറഞ്ഞിട്ടില്ല? ഒന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് ആവശ്യപ്പെടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. സ്നേഹം തന്നെയായിരുന്നു. പിന്നെയുള്ള കാര്യം എനിക്ക് അറിഞ്ഞില്ല. ഇവരുടെ ഈ അമ്മായിയമ്മയുടെ വിഷ്ണുവിന്റെ അമ്മയുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാതാണോ ഇവരൊരിക്കൽ അവിടുന്ന്? അതും ഉണ്ടായിരുന്നു. നാട് വിട്ട് കളഞ്ഞത്. ചാവാൻ പോയപ്പോഴും ഇവളും കൂടെ രണ്ട് മക്കളെയും കൂടി എടുത്തുകൊണ്ട് അവന്റെ കൂടെ അങ്ങ് പോയി. അവൻ ചാവാൻ പോയപ്പോഴും സമാധാനം കൊടുക്കണില്ലെന്നും പറഞ്ഞാണ് ആദ്യം ഇറങ്ങിപ്പോയത്. പിന്നെയാണ് പൈസയൊക്കെ ഒരുപാട് ഒക്കെ ആയിപ്പോയി. അപ്പൊ ഈ കളിച്ച് അവന്റെ പൈസ എല്ലാം പോയി. എന്തായാലും കളിക്കല്ല, കമ്പ്യൂട്ടറിലെ കളിക്കുമല്ല, അത് കളിച്ചുള്ള പൈസ അത്രയും പോയി. അങ്ങനെ ലോണ് കടമായി. അത് തന്നെ കളിക്കണം വീട്ടിനകത്ത് കമ്പ്യൂട്ടറില്. അത് തന്നെ ഫുള്ളും അത് തന്നെ അവിടെ ജോലി. കടബാധ്യതയായി. ഈ നമ്മൾ കൊടുത്ത പൈസ അത്രയും പോയി.
കടമായി അങ്ങനെ ഒരു നാട് വിട്ടു പോയത്. അങ്ങനെ ഈ വിവാഹത്തിന് ശേഷം ഈ കൊച്ചു ഒരു ദിവസം പോലെ സമാധാനം ഉണ്ടായി? ഇല്ല ഇല്ല ഇല്ല, സമാധാനമേ ഇല്ല. എന്റെ മോക്ക് സമാധാനം എന്തരാണെന്ന് അവക്ക് കൊടുത്തിട്ടില്ല ഈ അമ്മ, വിഷ്ണുവിന്റെ അമ്മ. പിന്നെ വിഷ്ണു വരുമ്പോ എന്തെങ്കിലും പ്രമേയമൊക്കെ ഉണ്ടാവുമായിരിക്കും, അത് ഞാൻ കേൾക്കണില്ല. ഇപ്പൊ എന്തായാലും അമ്മയ്ക്ക് മകളെ നഷ്ടപ്പെട്ടു. എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് പിന്നെ ആ വീടും പെരയിടം എങ്ങനെയെങ്കിലും എന്റെ മക്കൾക്ക് എഴുതി കൊടുക്കണം, ചെറുമക്കൾക്ക്. ഇനി അവരവിടെ താമസിക്കാൻ പാടില്ല. എന്റെ കൊച്ചു മക്കൾക്ക് എടുത്തു കൊടുക്കണം. എന്റെ ഭർത്താവിന്റെ വസ്തു വിറ്റാണ് അവര് വിഷ്ണുവിന്റെ പേരിനും അമ്മയുടെ പേരിനും കൊണ്ട് എഴുതിയിരിക്കണത്. അപ്പോഴും രണ്ട് കൊച്ചു പിള്ളേരുണ്ട്, അവർക്ക് രണ്ടും കൂടെ എഴുതി കൊടുക്കണം ആ വസ്തു വീടും. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കേണ്ടതാണ്. ഈ സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നാട്ടിൽ നടക്കുന്നുണ്ട്. ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി പെൺകുട്ടികള് ഈ ലക്ഷക്കണക്കിന് രൂപയും സ്വർണ്ണവും വിട്ടിട്ടും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ കണ്ടിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് അമ്മ അതിന് ആ രീതിക്ക് കാര്യങ്ങൾ ചെയ്യാഞ്ഞത്? എന്താണ് ചെയ്യാതെ ഇത് എന്നെ സംസാരം അമ്മ ഒന്നും പറയണ്ട, അമ്മ ഒന്നും പറയണ്ട, ചേട്ടനും രണ്ട് മക്കളും അമ്മ ഒന്നും പറയണ്ട, ഇതാണ് സംസാരം അവളത്. അതുകൊണ്ട് ഞാൻ വലുതായിട്ട് ഒന്നും പറയാൻ വീട്ടിൽ 8 വർഷം കൊണ്ട് അവൾ അനുഭവിക്കുകയല്ലേ, അതുകൊണ്ട് പിന്നെ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു.